ഒരു മാതൃകയുമില്ലാതെ ദീനിലേക്ക് കടന്നു വരുന്ന കാര്യം എന്താ? ഒരു മാതൃകയും ഒരു പിൻബലവും ഒരു തെളിവുമില്ലാതെ ദീനിലേക്ക് കടന്നു വരുന്ന കാര്യത്തിന് ഇത്ര വലിയ ബേജാറ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ. അങ്ങനെ രേഖയില്ലാതെ കടന്നു വരുന്ന കാര്യത്തിന് പറയുന്ന പേരാണ് ബിദ്അത്ത്. ബിദ്അത്ത് അപകടമാണ്. ബിദ്അത്ത് വന്നാൽ സുന്നത്ത് ചത്തുപോകും, സുന്നത്ത് മരിച്ചുപോകും, സുന്നത്ത് സ്വീകരിക്കാൻ ആൾക്കാരുണ്ടാവൂല. ബിദ്അത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായി? ദീനുൽ ഇസ്ലാം ഉൾക്കൊള്ളുന്ന ആളുകൾ ഉണ്ടാവൂല, അനാചാരം സ്വീകരിക്കുന്നവരുണ്ടാകുക. അതുകൊണ്ട് അള്ളാന്റെ ഹബീബ് പറഞ്ഞത് ആ ബിദ്അത്ത് വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ പുത്തനാചാരങ്ങളും പുതുനിർമ്മിതികളും ളലാലത്തിലാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, ളലാലത്ത് ചെന്ന് വീഴുന്നത് നരകത്തിലാണ്. ളലാലത്ത് ചെന്ന് വീഴുന്നത് നരകത്തിലാണ്. അപ്പൊ ളലാലത്തിലൂടെ ഒരാൾ പോകുന്നത് ബിദ്അത്ത് പിൻപറ്റിക്കൊണ്ടാണ്. അപ്പൊ കള്ളുകുടിയേക്കാൾ, വ്യഭിചാരത്തെക്കാൾ, കൊലപാതകത്തെക്കാൾ, പിടിച്ചുപറിയേക്കാൾ, കള്ളത്തെ എല്ലാ തരത്തിലുള്ള നമ്മളിന്ന് പറയുന്ന എല്ലാ ഹറാമായ തിന്മകളെക്കാളൊക്കെ മുഅ്മിനീങ്ങളെ ഏറ്റവും ബേജാറുള്ള ഒരു തിന്മയാണെന്ത്? ബിദ്അത്ത്. കാരണം ആ കള്ളു കുടിക്കുന്ന ആളോട് നിങ്ങൾ ചോദിച്ചു നോക്കി, കള്ളുകുടി നല്ലതാ? അല്ല, തെറ്റാണ്. എന്താ കുടിക്കണത്? ഇങ്ങനെ കുടിച്ചു പോയി, ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് നിർത്തണം ഒക്കെ പറയും. വലിയ കുറ്റബോധമുണ്ട്, ഇത് നിർത്തിക്കിട്ടാൻ ദ്വാരിക്കുന്നൊക്കെ പറയും. എന്നാ മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ലാത്ത പിൽക്കാലത്ത് ദീനിലേക്ക് കയറി വന്ന ഒരു കാര്യം നല്ലതാണ്, കൂലി കിട്ടുന്നതെന്ന് വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല? കള്ളുകുടി പോലെ വിചാരം പോലെ ഇത് പേടിച്ചിട്ടില്ല ചെയ്യാ, കൂലി കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ചെയ്യാ. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ബിദ്അത്തിനെ വളരെ ഗൗരവത്തോടുകൂടി സമൂഹത്തിൽ പഠിപ്പിച്ചത്. അല്ലെ, സലഫികളായി നമ്മള് മുസ്ലിം സമൂഹത്തിൽ നിലനിന്ന് വരുന്ന ചില അനാചാരങ്ങളെ, ബിദ്അത്തുകളെ ശക്തമായി എതിർക്കുമ്പോ, ഇപ്പോ ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം ഇമാമ് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് തിരിഞ്ഞിരിക്കുകയും അഫ്ളൽ ദിക്ർ, അപ്പൊ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 13 വട്ടം അല്ലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മുഅബ്ബിദാത്തുകളൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദ് കൈ ഉയർത്തി ദുആ ചെയ്യാ, മുഅ്മിനീങ്ങൾ കൂട്ടമായി ആമീൻ പറയാ. ഇതിനെപ്പറ്റി നമ്മൾ പറയുന്നത് അത് ബിദ്അത്താണ്. അപ്പൊ കണ്ടോ ദുആക്ക് എതിരാണ് ഇവര്, ദുആക്ക് എതിരാണ്. അള്ളാന്റെ പള്ളിയിൽ മലക്കുകൾ ഹാജരായ സന്ദർഭത്തിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള നമസ്കാര ശേഷം ഇരിക്കുന്ന സമയത്തില് നമ്മളൊക്കെ ഉസ്താദ് ദുആർക്കുമ്പോൾ ആമീൻ പറഞ്ഞാൽ എത്ര ഖൈറും ബർക്കത്തുമാണ്. അത് വേണ്ടാതെ ബിദ്അത്താണ്, തെറ്റാന്ന വഹാബികൾ പറയുന്നത്. അപ്പൊ സാധാരണക്കാരൻ കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ശരി തന്നെയാണ് കേട്ടാ. ഈ വഹാബിക്ക് എന്തോ ഒരു വെറുപ്പാണ് ദുആനോട്, ദിക്റിനോട്, സ്വലാത്തിനോട് അല്ലേ. മുഅ്മിനീങ്ങളെ, ദുആനോടും ദിക്റിനോടും വെറുപ്പില്ല. നിങ്ങൾ സലഫി പള്ളിയിലൊന്ന് വന്നു നോക്കി. നമസ്കാരം കഴിഞ്ഞാൽ അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് വളരെ കൃത്യമായി പ്രാവർത്തികമാക്കുന്നവരാണ് ആര്? സലഫികള്, സലഫി പ്രവർത്തകന്മാര്, പ്രബോധകന്മാര്. കാരണം നമസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് 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 3 തവണ പറയും. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം, അത് പറയും. അതുപോലെ അല്ലാഹുമ്മ ലാ മാനി ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖളൈത, ഹദീസിൽ വന്നത് അത് പറയും അല്ലേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക ദുആർക്കും. അത് കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി ഓതും. മുഅബ്ബിദാത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ റബ്ബിൽ ഫലക് ഖുൽ റബ്ബിൻ നാസ് ഓതും. എന്നിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുന്നത്ത് നമസ്കരിക്കും. വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കും. തിരക്കുള്ള ആളുകളാണെങ്കിൽ അവിടെ വെച്ച് തന്നെ പള്ളിയിൽ നിസ്കരിക്കും. കൈ ഉയർത്തി അല്ലാഹു തആലയോട് ദുആ ചെയ്യും അല്ലേ. എന്നാൽ കൂട്ടമായിട്ട് എന്തുകൊണ്ട് മുജാഹിദ് പള്ളിയിൽ ഒരു ദുആ നടക്കണില്ല ഫർള് നമസ്കാരത്തിന് ശേഷം ചോദിച്ചാൽ, വഫാത്ത് വരെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 20,000-ഓളം വഖത്ത് നമസ്കരിച്ചിട്ട് ഒരൊറ്റ സമയത്ത് പോലും അവിടെ നിന്ന് മിഹ്റാബിലേക്ക് ജനങ്ങളെ തിരിഞ്ഞു നിന്നിട്ട് അവിടെ നിന്ന് ഒരു ദുആ ചെയ്തിട്ട് സ്വഹാബത്ത് കൂട്ടമായി ആമീൻ പറഞ്ഞതായി ഫർള് നമസ്കാരത്തിന് ശേഷം ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല, സ്വഹീഹായി വന്നിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് കൂട്ടായിട്ട് അവിടെ ദ്വാരിക്കൽ നല്ലതല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് നമ്മളെ വക ദീനിൽ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദീനായി എത്തിച്ചെന്ന മതം, സ്വർഗം നേടാൻ, നരകത്തിൽ രക്ഷപ്പെടാനുള്ളതൊക്കെ പഠിപ്പിച്ചു. നമ്മളെ വക ഒന്നും കൂട്ടാൻ പറ്റൂല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുത്തബിഉ സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണോ അല്ല ഇനി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണോ, ഓർമ്മ പിശകുണ്ട്. ഏതായാലും ആ സ്വഹാബിയുടെ മുമ്പിൽ വെച്ച് ഒരാള് തുമ്മിയപ്പോൾ അൽഹംദുലില്ലാഹ് വസ്സലാത്തു
വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചെന്താ? തുമ്മിയാണ് അൽഹംദുലില്ലാഹ് പറയണം, അമാമ യർഹമക്കുമുല്ലാഹ് പറയണം, പിന്നെ ഇയാൾ യഹ്ദീകുമുല്ലാഹു വയസ്ലിഹു ബാലക്കും. ഇതാണ് അതിന്റെ സുന്നത്ത്. പക്ഷെ ഇതുവരെ കേൾക്കാത്തൊരു ഏർപ്പാട് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹ് കൂടെ ഒരു ജസ്റ്റ് ഒരു സ്വലാത്തിന്റെ കഷ്ണാണ് ചേർത്തു. നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചേർത്താൽ. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അരികിൽ നിന്ന് ഒരു മേട്ടം കിട്ടി, ഒരു അടി കിട്ടി. എന്ത് ചോദിച്ചു? ആരാടാ നിനക്ക് ഈ സ്വലാത്ത് ഈ തുമ്മിയ സമയത്ത് പഠിപ്പിച്ചെന്ന്? ഹാക്കദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് റസൂലിന്റെ സുന്നത്ത് അള്ളാന്റെ ഹബീബിന്റെ ദർസിൽ നിന്ന് പഠിച്ച, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട മഹാരന്മാരായ സ്വഹാബികൾ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കണ്ടങ്ങള്? അപ്പൊ എന്റെ സ്വലാത്ത് മോശ അല്ല. ആ റസൂൽ ദിവസം പഠിപ്പിക്കാത്തിടത്ത് അവിടെ ചെല്ലാൻ പറ്റൂല. നിങ്ങൾക്ക് സംശയം ഉണ്ടോ? നിങ്ങൾ ഉസ്താദുമാരോട് പോയി ചോദിക്കി. വെള്ളിയാഴ്ച നമ്മൾ ജുമാക്ക് ബാങ്ക് കൊടുക്കണ്ടല്ലോ ഉസ്താദെ. ഉണ്ട്. എന്തിനാ കൊടുക്കണ ഉസ്താദെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ എന്നവരോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട്. വെള്ളിയാഴ്ച ജുമാക്ക് ബാങ്ക് ഉണ്ട്, അത് നിർബന്ധാണ് തന്നെ. എന്നാ നമ്മളെ എന്താ ഉസ്താദെ പെരുന്നാൾ നിസ്കാരത്തിന് ബാങ്ക്? നല്ല ദിക്റല്ലേ? പെരുന്നാൾ നിസ്കാരം 8:45 7:45 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് തക്ബീർ ചൊല്ലുന്നതിനിടെ ഇങ്ങനെ പറയാ 5 മിനിറ്റോളം 10 മിനിറ്റോളം വേമ്പരി, ആരും കാത്തുക്കൂല, വെയിറ്റ് ചെയ്യൂല, അപ്പൊ നിസ്കാരം തുടങ്ങും. എന്തിനാ അങ്ങനെ ഇടങ്ങാറായത്? നമുക്ക് ടൈം നമ്മൾ എഴുതി വെച്ച ടൈം ആകുമ്പോൾ ഒറ്റപ്പെട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഒറ്റ ബാങ്ക്. എത്ര വലിയ ദിക്റാ അല്ലാഹു അക്ബർ! എത്ര വലിയ ദിക്റാ ലാ ഇലാഹ ഇല്ലല്ലാഹ്! നല്ലതല്ലേ ഉസ്താദെ? ചെയ്തുകൂടെ? പറ്റൂല മോനെ. എന്തേ? അള്ളാന്റെ ഹബീബ് പെരുന്നാൾ നമസ്കാരത്തിന് ബാങ്ക് പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നല്ലതാണെങ്കിലും അവിടെ നമുക്ക് ചേർക്കാൻ പറ്റൂലേ? പറ്റൂല. മുഅ്മിനീങ്ങളെ, ഇതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ല ദീനിനെ വേണ്ടാന്നോ ദുആ വേണ്ടാന്നോ അല്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വളരെ ലളിതമായി ഞാൻ ഒരു കിതാബിൽ നിന്നൊരു സംഗതി നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കിതാബ്, ഇബ്നു തൈമിയ്യ കിതാബ് എന്നൊക്കെ പറഞ്ഞാൽ അത് വഹാബികളെ ഇതിയല്ലേ നമുക്ക് വേണ്ടാറ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത, നിങ്ങള് ഉസ്താദന്മാരോട് പോയി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് പറയുന്നത്, കളവല്ല. മഹാനായ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫുൻ നബവി റഹ്മഹുല്ലാഹ് എന്ന ഇമാം നബവി എന്ന ഖോജ, അവിടുത്തെ അൽ അദ്കാർ എന്ന കിതാബിൽ ബാബു സിഫത്തി സ്വലാത്ത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന അധ്യായത്തിൽ സ്വലാത്ത് ചെല്ലുന്നതിന്റെ രൂപത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും ഒരു ഭാഗം. എന്താ അറിയാം? കേട്ടോളൂ. കിതാബുൽ അദ്കാറിൽ ബാബു സിഫത്ത് സ്വലാത്ത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യായത്തിൽ പറയാൻ, വഅമ്മാ മാ കാന ബഅദു അസ്ഹാബിനാ وابن ابي يزيد المالك من استحباب زياده على ذلك وهي ورهم محمدا وآل محمد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്തിന്റെ കൂടെ വർഹം മുഹമ്മദൻ വആല മുഹമ്മദിൻ എന്ന 2 കഷ്ണം, 2 പദം എക്സ്ട്രയായി ചേർക്കാൻ പറ്റുമെന്ന് മാലിക്കി മദ്ഹബ് പറയുന്നു. എന്നാൽ ഷാഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാരും അങ്ങനെ പറയുന്നു, കുഴപ്പമില്ല. എന്നാൽ ഇമാം നബവി എന്ന ഖോജ പറയുന്നു, അദ്ദേഹം പറയുകയാണെന്ന് ബിദ്അത്തുൻ ലാ അസ്ല ലഹാ. നാം പറയുന്നു അത് ശുദ്ധമായ ബിദ്അത്താണ്. കാരണം അതിന് അസ്ലില്ല. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച സ്വലാത്ത് അത് ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും ഇബ്നു മാജയും തിർമിദിയും എല്ലാം റിപ്പോർട്ട് ചെയ്ത ഹർഫം ബി ഹർഫ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ പെടാത്ത 2 കഷ്ണം നല്ലതല്ലേ എന്നും പറഞ്ഞിട്ട് കൂട്ടിയാൽ അത് ബിദ്അത്താകും. എന്താ? കൂലി കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ചെല്ലുക. അപ്പൊ കൂലി കിട്ടണമെന്ന് വിചാരിച്ച ഒരു അമൽ ചെയ്യുമ്പോൾ അതിന് കൃത്യമായ എവിഡൻസ് വേണം, തെളിവ് വേണം, പിൻബലം വേണം. ഒന്നുകിൽ അള്ളാഹു തആലയുടെ കലാമിൽ പറയണം, അല്ലെങ്കിൽ അള്ളാന്റെ ഹബീബിന്റെ റസൂലിന്റെ സുന്നത്തിലൂടെ സ്ഥിരപ്പെട്ട സ്വഹീഹ ഹദീസ് കിട്ടണം. ഇല്ലെങ്കിൽ മഹാന്മാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ചെയ്ത ഫഹ്മ് വേണം, അല്ലെ? ഫഹ്മു സ്വഹാബ വേണം. അതില്ല. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ പഠിപ്പിക്കാൻ അത് ബിദ്അത്താണ്, അത് ബിദ്അത്താണ്. മനസ്സിലായോ? അപ്പൊ ഈ ബിദ്അത്ത് എന്ന് പറഞ്ഞാല് ബിദ്അത്ത് ഒഴിവാക്കണം, അനാചാരം ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നല്ല കാര്യം വഹാബി സലഫി ഒഴിവാക്കാൻ പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കത്തിക്കുത്തല്ല, കൊലപാതകമല്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ദീനിന്റെ കോലത്തിൽ, ദിക്റിന്റെ ദ്വാന്റെയും കോലത്തില്, മദ്ഹിന്റെ ഒക്കെ കോലത്തിൽ കേറി വരും. കേട്ടാലും കണ്ടാലും തോന്നും ഔ നല്ല കാര്യമല്ല, അല്ലെ? കേറി പിടിക്കും. പക്ഷെ പറ്റൂല, അസ്ലില്ല, അസ്ലില്ല. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു സഹാബി വന്നു. ഹദീസിലുള്ളതാണ്. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ഒരു ദുആ
പല ദുആകളിലും ഒരു പ്രധാനപ്പെട്ട ദുആ അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക് വഫവ്വദതു അംരി ഇലൈക് വവജ്ജഹതു വജ്ഹി ഇലൈക് വഅൽജഹതു ളഹരി ഇലൈക് വഗബതൻ വറഹബതൻ ഇലൈക് ലാ മൽജാ വലാ മൻജാ മിൻക ഇലൈക് ആമൻതു ബികിതാബിക ലദീ അൻസൽത വബിനബിയിക ലദീ അർസൽത. ഈ പ്രാർത്ഥന ഒരു സ്വഹാബി മനപ്പാടാക്കി ഇഫ്ലാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നിട്ട് ചൊല്ലിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇങ്ങനെ ചൊല്ലിക്കൊടുത്ത സമയത്ത് അവസാനത്തിൽ പറഞ്ഞു എന്ത്? ആമൻതു ബികിതാബിക ലദീ അൻസൽത വബി റസൂലിക ലദീ അർസൽത. അല്ലാഹുവിന്റെ ഹബീബ് എന്താ പഠിപ്പിച്ചു കൊടുത്തത്? വബി നബിയിക ലദീ. സ്വഹാബി ചൊല്ലിയതോ റസൂലിക ലദീ അർസൽത. നബി എന്ന ഒരു പദം മാറി റസൂൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ. വേറൊരു അർത്ഥ വ്യാഖ്യാനം ഒന്നുമില്ല. കാരണം നബി എന്ന പദത്തിനേക്കാൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ റസൂൽ എന്ന പദത്തിന്റെ സ്ഥാനം ഭയങ്കരമാണ്. അതുകൊണ്ടാണ് നബി എന്നുള്ളത് മാറി റസൂൽ. കുഴപ്പമില്ല, വെൽ സൂപ്പർ, മാഷാ അല്ലാഹ്, കോട്ടയെന്നല്ല. റസൂൽ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞില്ല വബിനബിയിക ലദീ അർസൽത വബിനബിയിക ലദീ അർസൽത വബിനബിയിക ലദീ അർസൽത. എന്താ പറഞ്ഞെടുത്തത്? നബിയിക. കാരണം ഞാൻ എന്നെ പഠിപ്പിച്ചത് നബിയിക്കാനാണ്. അത് മാറ്റിയിട്ട് റസൂലിക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹിന് കൂലിട്ടൂല. അതെന്ത്? നബി എന്നുള്ളത് നല്ല പദവും റസൂൽ എന്നത് മോശപ്പെട്ട തമ്മാടിത്തന്റെ പദവാ അല്ലല്ലോ. സഹോദരങ്ങളെ, സൂറത്തുൽ നജ്മിന്റെ 4-5 ആയത്തിലുള്ള അല്ലാഹു പറഞ്ഞതെന്താ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളോട് വെറുതെ ഒന്നും പറയില്ല, ഒക്കെ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അള്ള പഠിപ്പിച്ചു കൊടുത്തത് അവിടെ നബി എന്നാണെങ്കിൽ അത് മാറ്റാൻ അള്ളാന്റെ ഹബീബിന് ഒരു അധികാരമില്ലെങ്കിൽ ദീനുൽ ഇസ്ലാമിൽ എത്ര കാര്യങ്ങൾ സഹോദരങ്ങളെ മാറ്റിത്തിരുത്തി പുത്തനാചാരങ്ങൾ ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ സമുദായം ചെയ്യുന്നു. നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. അതിനുവേണ്ടി പറഞ്ഞാണ്. ഇനി ഒരു ഉദാഹരണം കൂടെ കേട്ടോളൂ. മഹാനായ ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ തന്നെ നല്ലതല്ലേ, എന്താ ചെയ്താല്, എന്താ ഉൾക്കൊണ്ടാല് എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയായിട്ടാണ്. എന്താണ് കേട്ടോ? ഉളുവിന്റെ അവയവങ്ങൾ കഴുകുന്നിടത്തുള്ള ഒരു ദുആ. ഇപ്പൊ ഉളുവിന്റെ അവയവങ്ങൾ കഴുകുമ്പോ പ്രത്യേകം ഓരോ അവയവത്തിനും ദുആ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ പിൽക്കാലത്ത് ചില ഗ്രന്ഥങ്ങളിൽ പോരിശിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇമാം നബവി തങ്ങൾ എന്തിനാ എടുത്തു കൊടുത്ത കിതാബില് നിങ്ങൾ സ്വീകരിച്ചോളി, പിൻപറ്റിക്കോളി, അതിനല്ല, ബിദഅത്ത് എന്താണ് മനസ്സിലാക്കി തരാനാണ്. അതായത് അദ്ദേഹത്തിന്റെ ബാബു ഉളുവിന്റെ അധ്യായത്തിൽ അദ്ദേഹം പറയാണ്, മഹാൻ പറയാണ്, ഹദത്തു ദുആഉൽ അഅ്ലാ ഇദ്ലാ അസ്ല ലഹു. ഉളുവിന്റെ അവയവങ്ങൾ കഴുകുമ്പോഴുള്ള ദുആനെ ഞാൻ തട്ടിയിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു. എന്താ? ലാ അസ്ല ലഹു, അതിന് അസ്ലില്ലാത്തത് കൊണ്ട്. എന്നിട്ട് ഞാൻ ദുആ ഒന്ന് കേട്ടോളി. ഇത് കേട്ടാ ചിലപ്പോ നമ്മളെ ചില സുന്നിയാള് വന്നിട്ട് പറയും, ഉസ്താദേ ഒന്ന് എഴുതി തരി, എല്ലാം മൊഞ്ചുള്ള 916 ആണല്ലോ. പറ്റൂല. കാരണം ആ ദുആ എന്താണ്? ദഈഫാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒന്നുവിന്റെ അവയവങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റൂല. പക്ഷെ മഹാനവകൾ പഠിപ്പിക്കാണ്, കേട്ടോളൂ. ഒന്നാമതായി കൈ കഴുകുമ്പോൾ അല്ലാഹുമ്മ ഇഹ്ഫദ് മിൻ മആസിക കുല്ലിഹാ, അല്ലാഹുവേ നിനക്ക് എതിര് ചെയ്യുന്നതിൽ നിന്ന് എന്റെ 2 കൈകളെയും നീ സംരക്ഷിക്കണേ. നമ്മൾ ബിസ്മില്ലാഹ് കൈ കഴുകുമ്പോ അല്ലാഹുമ്മ ഇഹ്ഫദ് മിൻ മആസിക കുല്ലിഹാ എന്ന ദുആ അല്ലേ? അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ, വായിലേക്ക് വെള്ളം എടുത്തിട്ട് കുപ്പിക്കുമ്പോ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോ അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, വായിക്ക് വെള്ളം ഇടുമ്പോ അല്ലാഹുവേ നിന്നെ ഓർക്കാൻ, നിനക്ക് നന്ദി കാണിക്കാൻ, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ. മൂക്കിലേക്ക് വെള്ളം കയറ്റിയിട്ട് തന്നെ ചീറ്റുമ്പോഴോ അല്ലാഹുമ്മ അരിനി റാഹിയത്തൽ ജന്ന, അല്ലാഹ് എന്റെ മൂക്കിന് സ്വർഗത്തിന്റെ വാസന നീ തരണേ അല്ലാഹ്. മുഖം കഴുകുമ്പോൾ അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി യൗമ തബിയദ്ദു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ കറുത്തു പോകുന്ന മഹ്ശറയില്, ചില മുഖങ്ങൾ വെളുത്തു പോകുന്ന മഹ്ശറയില് എന്റെ മുഖത്തെ വെളുപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ, ചില മുഖങ്ങൾ വെളുക്കും, ചില മുഖങ്ങൾ കറുക്കും മഹ്ശറയിൽ. അപ്പൊ മുഖം കഴുകുമ്പോൾ അതിന് പ്രത്യേകമായിട്ടൊരു ദുആ. അത് കഴിഞ്ഞിട്ടോ പിന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലത്തെ കൈ കഴുകുമ്പോൾ എന്താണ്? അല്ലാഹുമ്മ അത്നി കിതാബി ഫീ യമീനിഹി ഹാസിബ്നി ഹിസാബൻ യസീറാ. അല്ലാഹ് മഹ്ശറയിൽ മലക്കുകൾ ഗ്രന്ഥം വിതരണം ചെയ്യുമ്പോ വലത്തെ കൈയിൽ തരണേ അല്ലാഹ്, എന്റെ വിചാരണ എളുപ്പാക്കണേ അല്ലാഹ്. വലത്തെ കൈ കഴുകുമ്പോ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനീങ്ങൾക്ക് വലത്തെ കൈയിലാണ് കിട്ടുക, ഓലെ വിചാരണ എളുപ്പമായിരിക്കും അല്ലേ? പിന്നെ ഇടത് കൈ കഴുകുമ്പോൾ അല്ലാഹുമ്മ ലാ തുഅ്തിനി കിതാബി വലാ മിൻ വറാഇ ളഹരിഹി, അല്ലാഹ് ഇടത് കൈയിലെ ഗ്രന്ഥം തരലേ അല്ലാഹ്, പിന്നിലൂടെ തരലേ റബ്ബേ.
മോശപ്പെട്ട മനുഷ്യന്മാർക്ക് മലക്കുകൾ പിന്നിലൂടെ വന്ന് ഇടത്തെ കയ്യിലാ കൊടുക്കുക. അപ്പൊ ഇടത് കൈയുമ്പോ ഒരു റെഡിമെയ്ഡ് ദുആ. പിന്നെയോ മുഅ്മിനീങ്ങളെ, അത് കഴിഞ്ഞിട്ട് തല തടവുമ്പോൾ അല്ലാഹുമ്മ അല്ലിം ശഹരി വബശരി അലന്നാർ, അല്ലാഹ് എന്റെ തൊലിക്കും എന്റെ മുടിക്കും നരകം ഹറാമാക്കണേ അല്ലാ. നോക്കി നിങ്ങള്. അത് കഴിഞ്ഞിട്ട് ചെവി തടവുമ്പോൾ അല്ലാഹു ജഅൽനി മിനൽ ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന, എല്ലാം കേട്ട് ഏറ്റവും നല്ലത് പിൻപറ്റാൻ നീ എന്നെ സഹായിക്കണേ. കാല് കഴുകുമ്പോൾ അല്ലാഹുമ്മ സബ്ബിത് ഖദമി അല സിറാത്ത് യൗമ തസില്ലു ഫീൽ അഖ്ദാം, കാലുകൾ വഴുതി പോകുന്ന സിറാത്തിൽ എന്റെ കാലിനെ ഉറപ്പിച്ചു നിർത്തണേ. എന്റെ ഉസ്താദന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിമുകളെ, വല്ലവരും ഈ പരിസരത്തുണ്ടെങ്കിൽ നാട്ടുകാരെ, കുടുംബങ്ങളെ ശ്രദ്ധിക്കണേ, കേൾക്കണേ. എന്താണ് ഈ ദുആക്ക് എന്താ ഒരു കുഴപ്പമുള്ളത്? നിങ്ങൾ പറയും വഹാബിയാണ് സ്വലാത്ത് കട്ട് ദിക്ർ കട്ട് മരിച്ചോർക്ക് ദുആ ഇല്ല എന്നൊക്കെ പറയണ്ടല്ലോ. റസൂലുള്ളാഹി പഠിപ്പിച്ചെടുത്ത് സ്വഹാബത്ത് ചെയ്തെടുത്ത് ഒന്നും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല, ഇല്ല. എന്നാൽ ഈ ദുആ എന്ത് തെറ്റാണുള്ളത്? ഖുർആനും ഹദീസും കടഞ്ഞെടുത്ത നല്ല ദുആകളാണ്. എന്നാൽ ഇമാം നബവി എന്ന രണ്ടാം ഷാഫി റഹിമഹുല്ലാ പറയാണ്, ഹദഫ്തു ദുആഉല്ല അലാ ഇദ്ലാഅസ് ലഹു, വുദൂഇന്റെ അവയവങ്ങൾ കഴിയുമ്പോഴുള്ള ഈ റെഡിമെയ്ഡ് ദുആനെ ഞാൻ വലിച്ചെറിഞ്ഞിരിക്കുന്നു. എന്തേ? മൂപ്പര് വഹാബിയാ? ഇബ്നു തൈമിയ്യന്റെ ഫിത്ന കേട്ട് വെച്ചോയാളാ ആണോ? നിനക്ക് ചോദിക്കാനപ്പം ആണോ? അല്ല, മഹാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സലഫികളെ ഞങ്ങൾ സ്വീകരിക്കുന്നത്, ഞങ്ങൾ പ്രബോധനം ചെയ്യുന്നത്. എന്താ കാരണം? മഹാനങ്ങൾ പറയാണ് ദുആക്ക് നല്ലതാണ്, പക്ഷെ ഇതിലെ അസ്ലഹു, അതിന് അസ്ലില്ല എന്ന് പറഞ്ഞാൽ കുതുബുൽ ഹദീസ്, ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ഇല്ല. വലത്തുനിന്ന് ഇടത്തേക്ക് എഴുതി വെച്ചതൊക്കെ ഇസ്ലാം ദീനാണ് എന്ന് നമ്മളാരും വിശ്വസിക്കരുത്. കിതാബിലുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളെ ഉദ്ധരിച്ചത്. ഇമാം നബവി തങ്ങൾ കിതാബിൽ എടുത്തു കൊടുത്തത് ഇതാണ് ബിദ്അത്തിന്റെ രൂപം, കോലം.